ഹൈദരാബാദ് ചാർമിനാറിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 8 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർക്ക് പരിക്കേറ്റു. തീ നിയന്ത്രണ വിധേയമാക്കി സ്ഥലത്ത് പരിശോധന തുടങ്ങി. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മനീഷ് ഐഷ മാത്യു ആണ് ചേരുന്നത്. മനീഷ്, എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഇന്ന് പുലർച്ചെ 6:30 ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായ വിവരം അവിടുത്തെ ഫയർ സ്റ്റേഷനിലേക്ക് ആളുകൾ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഒരു 6 മണിക്ക് ശേഷമായിരിക്കണം ഇത്തരത്തിലൊരു അപകടം അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് കൃത്യമായി പറഞ്ഞാൽ ഈ ഗുൽസർ ഹൗസ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത്തരത്തിലുള്ളൊരു തീപിടുത്തം ഉണ്ടായത്. ഇതൊരു മാർക്കറ്റ് ഏരിയ ആണ്. ഇവിടെ ആളുകളൊക്കെ തന്നെ തിങ്ങിപ്പാർക്കുന്ന നിരവധി കമ്പോളങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒരു 3 നില കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ഇതിലെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലൊരു ജ്വല്ലറിയാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ ജ്വല്ലറിയിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായുള്ള നിഗമനം. ഇവിടെ തീപിടുത്തം ഉണ്ടാവുകയും തുടർന്ന് ഈ ജ്വല്ലറിയിലെ AC അടക്കമുള്ള സാധനങ്ങൾ പൊട്ടിത്തെറിക്കുകയും ഉണ്ടായി. ഇവിടെ നിന്ന് പടർന്ന തീയാണ് മുകളിലേക്കുള്ള 2 നിലകളിലേക്കും പടർന്നത്. ഈ ഏറ്റവും താഴത്തെ നിലയിലുണ്ടായിരുന്നത് ജ്വല്ലറി ആണെങ്കിലും അവിടെ ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ 2-3 നിലകളിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ആളുകൾ താമസിക്കുന്ന സ്ഥലമായിരുന്നതുകൊണ്ട് തന്നെ ഈ തീയും പുകയും അങ്ങോട്ടേക്ക് ഉയരുകയും തുടർന്ന് അങ്ങോട്ടേക്ക് തീ പടരുകയാണ് ഉണ്ടായത്. ഈ തീ പടർന്നതിൽ നിന്നാണ് ഇപ്പോൾ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 10ഓളം പേർ തന്നെ മരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ മരണസംഖ്യ ഉയർന്നേക്കും. ഇതിൽ 5ഓളം പേർ മരിച്ചത് ഈ പുകയും തീയും മൂലമുണ്ടായ പുകയിൽ നിന്നുണ്ടായ ശ്വാസതടസ്സം മൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി പേർ, അതായത് ഏകദേശം ഒരു 20ഓളം വരുന്ന ആളുകൾ അവശ നിലയിൽ ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലേക്ക് ചികിത്സ തേടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത്. എന്താണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായതിനുള്ള കാരണം വ്യക്തമല്ല. മാത്രമല്ല, രക്ഷാപ്രവർത്തനത്തിലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് അഗ്നിശമന സേനയെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു. അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ മറ്റ് കെട്ടിടങ്ങളിൽ നിന്ന് പല രീതിയിലേക്കാണ് ഇവർ ഈ ഒരു കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് പ്രവേശിക്കുകയും അവിടെ നിന്ന് ഡോറടക്കം തകർത്ത ആളുകളെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ സ്ഥലത്ത് അന്വേഷണ സംഘം എത്തി എന്താണ് ഈ തീപിടിച്ചതിൻ്റെ കാരണം എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 10 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു തീപിടുത്തത്തിൽ മരിച്ചിട്ടുള്ളത്. അതിൽ 2 കുട്ടികളടക്കം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി.